ഹലോ ഗോയ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് സബ് ചെയ്തവർക്കും കൂടെ കൂടിയവർക്കൊക്കെ താങ്ക് യു ഗൈസ്. മുടിയും ഗൈസ് ഞങ്ങളെ ബോഡി കട ഗൈസ്. ഞങ്ങളെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരെ കാണും പ്രതീക്ഷിക്കുന്നു. എന്തായാലും കല്യാണത്തിന് പോകുമ്പോൾ ഞങ്ങളെ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മളെ പോസ്റ്റ് ചെയ്യുക. പിന്നെ കല്യാണം ചെക്കൻ്റെ അടുത്തേക്കും കല്യാണം പൊണ്ണിൻ്റെ അടുത്തേക്ക് ഒന്നും പോകില്ല, ജസ്റ്റ് ഒന്ന് കയറി പോകുക എന്നല്ല. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് അറിയില്ല. പ്രത്യേകിച്ച് പറയാം, ഓരോ എല്ലാവർക്കും ഓരോ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളെ ചാനൽ ജസ്റ്റ് ഞങ്ങളെ ഫ്രണ്ട്സ്, അതായത് കുറെ ആൾക്കാരെ കാണാണ്ട് പിന്നെ കല്യാണത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ചിലപ്പം കാണിക്കാം. ഇന്നത്തെ പരിപാടി എന്താണോ മാക്സിമം അതുപോലെ ഞങ്ങൾ കവർ ചെയ്ത് കിട്ടിത്തരാം. അപ്പൊ ഓക്കെ ഗൈസ്, കൂടെ കുടിക്കാം. ഗൈസ്, നമ്മൾ ബാലുശ്ശേരി ഇതാ വാച്ച് വാങ്ങാൻ ഞങ്ങൾ ബാക്കിയൊക്കെ സെറ്റ്. പക്ഷേ വാച്ച് കിട്ടിയില്ല. ഇപ്പം കിട്ടി. മാരേജിന് ഇവൻ്റെ മാരേജിന് എടുത്ത് ക്ലോക്ക് ഉണ്ട്, എന്തൊക്കെ ഉണ്ട് സെറ്റ് ഗൈസ്. അല്ലേ കളിക്കുന്നല്ലേ? ഞങ്ങൾ ഒറിജിനൽ യൂസ് ചെയ്യുന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ മാറ്റി കൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോ വീട്ടിലൊന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം മേടിക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണിച്ചു തരാം. കുറേ സ്ഥലത്ത് കയറി ഇത്രയൊന്നും കളക്ഷൻസ് ഇല്ല ഇവിടെ. വാച്ച് വാങ്ങി രണ്ടുപേരെ കൊടുക്കും. കിട്ടാനാണ് നമ്മൾ പാൽശ്ശേരി ഉൾക്കൂട്ടാത്ത പാർക്കിംഗ് ചെയ്തിട്ട് നാളെ മലേഷ്യ. ഇതാ എന്നാ അങ്ങോട്ട് വരട്ടെ, എന്നാ വൈകുന്നേരം ഇതാ ചിക്ക് ആണോ? ഷാറാട്ടെ പോയാ ഗൈസ്. ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് വെച്ചിട്ട കോട്ടനാട് അമ്പലത്തിലെ കുളം ഗൈസ്. കല്യാണം കഴിഞ്ഞു, ആരെയും കാണുന്നില്ല. എന്തായാലും കല്യാണ ചെക്കന് കേക്കാണ്ട് എന്താ ലൈവല്ല, കേക്കാണ്ട് എന്താ. ഹലോ, അപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നാണ് കുറേ കാലത്തിന് ശേഷം ഇവിടെ എത്തിയിരിക്കുന്നു ഗായ്സ്. എത്രയോ ആയില്ലേ ഇവിടെയൊക്കെ വന്നിട്ട്. ഇവിടെയൊക്കെ വന്ന് എത്രയോ കുളിച്ച്. ഇവിടെ നമ്മൾ കുളിച്ചില്ലേ? സാമിയായതുകൊണ്ട് ഒരു ടൈം എന്തായാലും ഉള്ളോട്ട് ഏതായാലും ഉള്ളോട്ടൊന്ന് കയറട്ടെ. ചെണ്ട കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ ചങ്കെടുപ്പ് ഇതാ ഇങ്ങോട്ട് നോക്കടാ, കണ്ടാ നല്ലതാ. ഇനി യൂട്യൂബിൽ ഉണ്ടാവും. യൂട്യൂബിൽ നോക്കിയാൽ മതി. ബാലുശ്ശേരിയുടെ രോമാഞ്ചമായ കാൽപന്ത് കളിയുടെ ചോട്ടു. ഞങ്ങൾ അറിഞ്ഞില്ല, ഇവിടെ വന്ന കമ്പനിക്കാരെടുത്ത് വന്ന് സംസാരിക്കാനും ഞങ്ങൾക്ക് നേരം ഉണ്ടാവും. ഒരു നായി ചെണ്ട, ഇത് ഞങ്ങള് ചെണ്ടാന്ന് ഞങ്ങൾ ഇട്ട പേരാണ്. പൊളി. പിന്നെ ഒരു ചോട്ടുണ്ട്. ചോട്ട രണ്ടാള് ഒളിഞ്ഞു മാറി. ഇവർക്ക് ക്യാമറയിൽ കുടുങ്ങാൻ എന്തോ മടിയുണ്ട്. എന്നെക്കൊണ്ട് ഞങ്ങള് അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിയുള്ള പരിപാടി ഇല്ല. ജനസീത പിന്നെ എന്ത് ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ലേ വേറെ ചാടുന്നുണ്ടെങ്കിൽ കളിക്കാൻ പറ്റപ്പോ അതോ അപ്പൊ അങ്ങനെ കണ്ട എന്നാ പറഞ്ഞല്ലേ. നമ്മൾ ചെക്കനെ കണ്ടില്ല കേട്ടോ, കല്യാണ ചെക്കനെ പെണ്ണിനെ ഒന്നും കണ്ടില്ല. ഞങ്ങൾ കൂടെ വന്ന് കമ്പനി കൂടുകയാണ്. അപ്പം ജസ്റ്റ് ഗൈസ് കല്യാണം വീടൊക്കെ കാണിച്ചു തരാം. ഒന്ന് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ കേട്ടോ. എന്ത് ടിൻസ് ബ്രോസോ ഗായ്സ്? ഇതാ അമ്പിളി അമ്മ ഇവിടെ നോക്ക. എന്നെ പരിചയപ്പെടുത്തട്ടെ ഗായ്സ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ബാലുശ്ശേരി സ്റ്റാൻഡിൽ ഇതേ പുഞ്ചിരിയിൽ വന്ന് വായി നോക്കുന്ന ഇതാ അല്ലേ അമ്പിളി. നീ വാ, നിബീനൊന്ന് കണ്ടോട്ടെ. നീ
എന്തിട്ടില്ല ഞാനിതാ ഓനെ കാണാൻ പോകട്ടോ. ചെക്കനെ കാണാൻ പറ്റും നോക്കട്ടെ. കാണാൻ പറ്റും, അതിൽ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകാൻ പറ്റുമെന്ന്. അല്ല ഗായ്സ്, അപ്പോൾ നമ്മൾ കല്യാണ പെണ്ണിൻ്റെ കല്യാണ ചെക്കൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അടുത്ത റിയാക്ഷൻ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഫോട്ടോഗ്രാഫർ നമ്മളെ ഫ്രണ്ട് ഉണ്ട്, അമ്പാടിയാണ് വീഡിയോ എടുക്കുന്നത്. അവൻ്റെ ഏതോ ഒരു നെഗല ഞാൻ കണ്ടിട്ടുണ്ട്. അമ്പാടിയാണ് ഇവിടുത്തെ വീഡിയോ എടുക്കുന്നത്. അവൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക്. ഇവിടെ കുറേ ആൾക്കാരുണ്ടോ ആ പുഞ്ചിരി. മോനെ ആ മതി. നമ്മൾ കല്യാണ ചെക്കനെ പെണ്ണിനെ നമുക്ക് വേണ്ട, നമുക്ക് ഫോട്ടോഗ്രാഫർ അമ്പാടിയാണ് മതി. നമ്മൾ പെങ്ങളുട്ടി ഉണ്ട് സൈഡിൽ. കുറേ ആയി കണ്ടിട്ട്. ഞങ്ങൾ അറിയാ എവിടുന്ന് ഇൻസ്റ്റ കണ്ടിട്ടുണ്ട്. എനിക്ക് പോലും ചെയ്യില്ല. ഓള് കണ്ടിരിക്കുന്നത് എൻ്റെ ഓക്കറിയാം ഞങ്ങളാ. എനിക്ക് ഞങ്ങളെ അറിയൂല. പെങ്ങള് എന്തുണ്ട് സുഖം അറിയാം ഞങ്ങളെ. എങ്ങനെ നീ എത്രയല്ലേ ഇപ്പോൾ പഠിക്കുന്നത്? +2. ഓക്കെ ഇനി ഓവർ എടുക്കണ്ട. ഒന്ന് നോക്കിയേ, ഒന്നൂടെ കറക്റ്റ് അവിടെ കിടക്കുന്ന സമയത്ത് നോക്കി കേട്ടോ. റെഡി 1 2 3 ചെയ്തേ. വരളി മനോഹരമായിരിക്കും. ക്ലോസ് ആയിട്ട് ഷോട്ട് എടുക്കട്ടെ. കണ്ണടിച്ചില്ല ഓനേക്കാട് വല്ല നിങ്ങളെ കൂടൂല. ഫ്രെയിം മാറും. എടാ കേറാൻ സമയം എവിടെ ചേച്ചി എന്ത് മറ്റേ സിനിമയെ പറയും പോലെ കേറാൻ സമയമൊക്കെ ഉണ്ട്. അങ്ങനത്തെ സമയം ഇതൊക്കെ ആരുണ്ടാക്കിയ ഏടാ. ഇനിയിപ്പം കാസർഗോഡ് നിന്ന് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇനി അങ്ങ് എത്ര മണിക്ക് കയറൂ? ഇനി പറയും അല്ല ഇനി ഡൽഹിന്ന് കല്യാണം കഴിക്കുക. ഇനി എത്ര മണിക്ക് കയറും? അന്ന് കയറാനാവോ? ഇനി മങ്ങാട് കോയില എന്താ ആ സമയമല്ല, സമയം നമ്മൾ പറയുന്ന സമയം. വിളക്ക് കത്തിക്കുന്നതിന്റെ മുന്നേ കയറുക, പിന്നെ വിളക്ക് കത്തിച്ചതിന് ശേഷം കയറുക, അതേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് സമയമില്ല. ആടോ ഇതാ നോക്കുക, നമ്മളെല്ലാത്തിലും പങ്കെടുക്കും. ആടോ ഞാൻ സെറ്റാക്ക്. എന്തായാലും ഞാൻ ഇവിടെ ഇരിക്കും കേട്ടോ. ഗൈസ്, നമ്മുടെ നാട്ടിലെ ഒരു സമ്പ്രദായം ഉണ്ട്. എന്താ ചിഞ്ചിയോടാ എന്താ എല്ലാത്തിനും അതല്ല എടുക്കുന്നതിൽ കാര്യമുണ്ട്. നമ്മള് വീഡിയോക്ക് വേണ്ടി എടുക്കല്ല. എന്നാ ഇനി വന്നെടുക്ക്. ഇനി വന്നിട് ചേട്ടാ. നമ്മളാരോ പറഞ്ഞിട്ട് എടുക്കുകയാണോ? അല്ല, നിങ്ങൾക്ക് ആരും ഇല്ലാന്ന് തോന്നിയാലേ ഞങ്ങൾ വന്ന് കൂടിയല്ലേ, ഹെൽപ്പ് ചെയ്തല്ലേ. ആളുണ്ടായി. ഇപ്പൊ ആരും ഇല്ലാത്തതും കൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അല്ല, ആരും കുറ്റം പറയുന്നില്ല. ഞങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ ഇല്ലേ? കണ്ട നമ്മളിത് എത്രയോ കണ്ട ഞങ്ങള്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതല്ല കേട്ടോ. ഞാനും ഇവനും ഓൾറെഡി ഞാൻ കണ്ടു തന്നെ നിതിനും മീൻസ് ഇതെടുക്കുന്ന സമയത്ത് അവൻ കയറി വരുന്നു. നീ എടുത്തോ. ഇത്രയും ഞങ്ങളോട് ഡീസൻ്റ് ആയിട്ട് വെക്കുന്നത്. അല്ലേ ഞങ്ങളെ ചീത്ത അറിയും, നിങ്ങളെ ഒരു വീഡിയോ തേങ്ങാന്നൊക്കെ പറയും. ഭയങ്കര സ്നേഹമുള്ള ആളാണ്. എന്നും ലീവിന് വരുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ആളാണ്. വേറെ ആരും വരൂല. ആൾക്കാർക്ക് ഇതും കൂടി അമ്മേൻ്റെ അടുത്ത് അറിയോ? സദ്യ കഴിച്ചോണ്ട് കേട്ടാ. സദ്യ കഴിച്ചില്ല. പേര് വന്ന് എന്താ പച്ചടി കണ്ട സെറ്റല്ലേ? സെറ്റ് യൂട്യൂബില്
ലൈവല്ല അല്ലാതെ ഗൈസ് ഒരാളെ മാത്രം കാണിക്കൂല അയാളുടെ അല്ലല്ല കാണിക്കാൻ മാന്യത നമ്മൾ കാണിക്കണം. ആൾക്ക് പ്രൈവസി ഉണ്ട്, ആളുടേതായ പ്രൈവസി ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത്. പറ്റൂല എന്ന് ഞങ്ങൾക്കും ബോധമുണ്ട്. എനിക്ക് ബോധമില്ലാന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് നല്ലോണം പബ്ലിക് കാണുന്ന അതുകൊണ്ടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചോറ് വരുന്നുണ്ട്, ഇനിയുണ്ട് ഐറ്റംസ് വരാണ്ട്, ബാക്കിലുണ്ട് കേട്ടോ ഗൈസ് വരുന്നത്. ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് ഞങ്ങൾ നല്ലൊരു അടിപൊളി പ്ലേസ് കാണിച്ചിട്ടുണ്ട്, വയലട. ഞങ്ങൾ അങ്ങോട്ട് തെറിക്കും. കൂട്ടുകാരില്ല ഏട്ടൻ്റെ പേരെന്താ? അത് നോക്കണ്ട, രാജേഷ് ഏട്ടൻ 175. ഇവിടെ നോക്കുക, അവിടെ നോക്കുക. സാമ്പാർ വന്നിട്ടോ? ആ ആള് ലുക്കാട്ടോ ഗൈസ്, പൊളിയാ. ആ മതി ലുക്കാടെന്ന് പറഞ്ഞപ്പോ പിന്നെ ചോദിക്കുക ഗൈസ്. അച്ചാറ് വന്നു, മറ്റേ ഈ സിനിമ അച്ചാറ് വന്നു, തോരൻ വന്നു. അച്ചാറേട്ടനും സൂപ്പറാണ് ഗൈസ്, അടിപൊളി. നന്നാന്നുണ്ട്. എന്താട്ടാ നമ്മൾ സദ്യ നമ്മൾ കഴിക്കട്ടോ. ബാക്കി പപ്പടം വന്നില്ലേ? ഇല്ല, ഞാൻ അയച്ചില്ലടാ. കണ്ടെത്തേതാ പണിക്കാർ നമ്മൾ ഈ പണി എടുത്ത പന്തൽ പണി. ഇതാരാ നോക്ക്, പഠിച്ചോനെ. വേറൊരു ഓടി. ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ്. അങ്ങനെ അറിയില്ല, മീൻസ് ഹിന്ദിക്കാരും നമ്മൾ പറയുന്ന മോശമാണ്. നോർത്ത് ഇന്ത്യൻസ്. പേര് പറ ഭയ്യ. സെയ്ദ് ഭയ്യ. മുർക്കിൽ ഇസ്ലാം. ഓക്കെ, അടിപൊളി. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് കണ്ട കേട്ടോ. നേരത്തെ കണ്ടിന്യൂ ചെയ്തു അങ്ങോട്ട് പോകുന്ന സമയത്ത്. പിന്നെ ഇതാണ് ഞങ്ങൾ പോട്ടെ. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ വയലാട കയറുന്നതിൻ്റെ കുറുമ്പോയിലാട്ടോ ഉള്ളത്. അപ്പം നമ്മളെ കണ്ടൻ്റെ അമ്മേൻ്റെ വീടാട്ടോ. അപ്പോൾ ഇവിടെ വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം വിചാരിച്ചാൽ. പിന്നെ ഞങ്ങൾ വിചാരിച്ച് വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഗൈസ് മുടിയതാ, ഷർട്ടൊക്കെ ഊരി. ഭയങ്കര ചൂട്. ഞാൻ ഷർട്ട് ഊരിയായി. ആണോ? എന്താ പേര്? ഷൈജി. ഗൈസ് ഇവിടുന്ന് ഒരാളെ ഞങ്ങൾ വീഡിയോ കാണാറുണ്ട്, പക്ഷേ നിങ്ങൾ മിണ്ടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ച് പോകുന്നത്. സോറി. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഒന്ന് അവൻ്റെ തറവാട്ടിലേക്ക്. ഓ ഗൈസ് സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടോ. ആളൊന്നും മിണ്ടാത്തത് കൊണ്ട് നമുക്കറിയില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് കണ്ടം കൊണ്ടുവന്നത്. ഇതാ നമ്മൾ അല്ലേ കണ്ടൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ പേരൊന്നുമില്ല. അടുക്കൊക്കെ നിലത്തതാ അടിപൊളി സ്ഥലം. നമ്മളിതാ ഇനി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് ഗൈസ്. വാട്ടർഫോൾ ഗൈസ്. ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുളിക്കാൻ വരുന്നു ഗൈസ്. പൊളി സ്ഥലം എന്ന് കണ്ടം പറഞ്ഞിരിക്കുക. പൂഞ്ഞാലക്കാടാ. കണ്ടം മൂത്രയിക്കുന്നു ഗൈസ്. ഇതാണ് സ്ഥലം. ഇതല്ലല്ലോ കുളിക്കാനുള്ള സ്ഥലം. കുറച്ചുകൂടി മുകളോട്ട് പോകണം. ഇവിടെ എത്തിയിട്ട് നോക്കാം ഗൈസ്. പോട്ടാ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ കണ്ടൻസ് ഇതാ ഒരു എന്തോന്ന് പൊട്ടിക്കുന്നുണ്ടാണ്. എന്തോ വെള്ളം സ്റ്റോക്ക് മുടിയാനുണ്ട്, തിക്കുണ്ട്, കണ്ടനുണ്ട്. പ്രൈഡ് സ്പോട്ടാണ്. ഇവിടെ ഒരക്കുവി ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ എൻട്രൻസ് ഇല്ല. അവരെന്തോ വെള്ളം വരാൻ വേണ്ടിയിട്ട് എന്തോ വാട്ടർഫോളാണ്. അടിപൊളി. അങ്ങനെ പാറക്കഷ്ണങ്ങളും ഫുൾ വൈബ് സ്ഥലമാണ്. ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ കുറച്ച് പേര് മാത്രമല്ലേ ചേട്ടാ? 3 6 ഞങ്ങൾ 8 ആൾക്കാരുണ്ട്. 8 പേരുണ്ട്. അടിപൊളി ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിന്റെ കല്യാണം ആർമിക്കാരൻ നിബില്ലേ നേരത്തെ കണ്ടില്ലേ? അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. പിന്നെ ഒന്ന് ഇവിടുന്ന് ഫ്രഷ് അപ്പ് ഒന്ന് കുളിക്കുക. പോകുന്നില്ല പോയിട്ട് വരണം വിചാരിച്ചാ. പിന്നെ അവൻ പറഞ്ഞു അവൻ്റെ വീട്ടിലേക്ക് വരാം. അവൻ്റെ തറവാട്, അമ്മയുടെ തറവാടാ. ഇവിടെ ആരും ഇല്ല.
അപ്പോൾ ഇവിടെ വന്ന് കുളിച്ച് ഫ്രഷ് അപ്പ്. ഞങ്ങളിവിടെ വന്നത് ആദ്യം അല്ലേ? ചെറുപ്പത്തിൽ വന്നോ? ചെറുപ്പത്തിലല്ല, +1 പഠിക്കുന്ന സമയം. ചെറുപ്പം 30 വയസ്സായില്ലേ? 40 വയസ്സായി ഞങ്ങൾക്ക്. അതിനെക്കൊണ്ട് ചെറുപ്പത്തിൽ എന്ന് പറയുന്നത് കുഴപ്പമില്ല. എന്നാൽ ഇത് പ്രകൃതി മനോഹരമായ ഈ നല്ല നീരിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഭയങ്കര വൈബായി അല്ലേ? എങ്ങനെ സാധനം അടിക്കാനാ? കാണിക്കണോ? കാണിക്കണ്ട ഉണ്ടോ? വെറുതെ ഗായ്സ് നിങ്ങളെ ഗായ്സ് ഇവിടെ ക്ലീൻ ചെയ്യാട്ടോ. ഇവിടെ ആരും അങ്ങനെ കുളിക്കാനൊന്നും വരൂല. അതായത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക ചിഞ്ചോട്ടെ. അവിടെ 3-4 ആൾക്കാരുണ്ട്. കണ്ടൻ, ശ്രീരാഗ്, ചോട്ടു അല്ലാണ്ട് ചിക്കു കണ്ട എന്നാ റെഡിക്ക് ക്ലിയറിൽ കിട്ടുന്നുണ്ട്. മുടിയേ നമ്മളെ മുടിയെ. ഞങ്ങൾ ഇവിടുന്ന് ഒരു സേവ് ദ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ മുടിയനും ഇല്ലല്ലേ. ചിഞ്ചൂട്ടാ മുടക്ക് സെറ്റല്ലേ? നമ്മളിപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതാ. ഞാനിതാ പഴയ കോസ്റ്റ്യൂമിലേക്ക് വീട്ടിൽ പോയി ചേഞ്ച് ആയില്ല. കണ്ടനും അതേ കോസ്റ്റ്യൂം കിട്ടോ. ഇതാ ചെണ്ട വരുന്നുണ്ട്. ചെണ്ട മറ്റൊരു പോയി ചിഞ്ചൂട്ട ആ ബാക്കിൽ ഇതാ വൈറ്റ് കഴിച്ച്. ഇതാണ് കണ്ടൻ്റെ അമ്മയുടെ വെഡിങ് റിസോർട്ട് ഒന്നും നോക്കണ്ടല്ലേ ജിയോ? അതെ, ഫുള്ള് വൈബ് സ്പോട്ടാ. വേറൊരു കുഴപ്പമില്ല. നമ്മള് ഇത് ഞാനും അമ്പൂട്ടനും ഏറ്റെടുക്കുക. സ്പോൺസർ ഞാനും ഫുള്ള് സെറ്റാണ്. ഈ ചാവി കിട്ടിയ കഴിഞ്ഞാൽ ഫുള്ള് ടീമിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഫുള്ള് കാടാ കഴിച്ച്. ഒരു ബുദ്ധിമുട്ടില്ല. പ്രൈവറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ബാക്കിൽ തന്നെ നമുക്ക് പൂളിനെക്കാട്ടിലും വൈബ് അടിക്കാൻ പറ്റിയ വാട്ടർ ഫ്ലോസ് ഉണ്ട് ഇല്ലടാ. നേച്ചറൽ പിന്നെ ഒരു 5-6 മണിയാകുമ്പോൾ തണുപ്പ് തുടങ്ങും. വയലട തന്നെയാണിത്. സെറ്റപ്പാണ് ഗൈസ്. ഞങ്ങൾ 5-6 പേരുണ്ട്. ഇടവൈ കേട്ടോ ഗൈസ്. മോളോട്ടും താഴോട്ടും ഗായ്സ്. നമ്മളിതാ ചണ്ടന്റെ വീട്ടിൽ ചെറിയ ചണ്ട തുടിമോൻ ഞാൻ പേരിട്ട് രാവുന്നേ. ഹായ് പറയടാ. ഇതാ ഹായ് പറ ഗായ്സ്. ഞങ്ങളിതാ 1 വർഷം എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞോ? ഒരു വർഷം പിറന്നാള് പോലും 1 വർഷമായി. പിറന്നാള് പോലും കഴിഞ്ഞ് ഞങ്ങളെ ഡിയറസ്റ്റ് ഫ്രണ്ടിന്റെ കൊച്ചിനെ ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല. വിളിച്ചായിരുന്നു. പിന്നെ പ്രസവം കഴിഞ്ഞ് കുട്ടി ജനിച്ച സമയത്തും വിളിച്ചു. അത് കഴിഞ്ഞ് പാലൊടിക്ക് വിളിച്ചു. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇല്ല, തിരക്കായി പോയി. ഓരോട് ഇങ്ങോട്ടോ ഞാൻ കണ്ടിക്കടോ എന്ന് മച്ചാ. ഏത് മച്ചാനല്ല മച്ചാൻ നിന്റെ ഇവിടെ വന്നിനെങ്കിൽ നിങ്ങളല്ലേ സെലിബ്രിറ്റീസ്. സെലിബ്രിറ്റീസ് ഒന്നല്ലടാ, എന്നോട് എത്താണ്ടായി പോയി. ഇവിടെ ആരോ എന്തോതാ എന്തോ നെയ്യ അമ്മട്ടാ. അമ്മ കാഴ്ച ഞങ്ങൾ ഇതാ ചെണ്ടൻ്റെ ആടുന്ന്. ചെണ്ടാന്ന് വിളിക്കുന്നതിന് വൈഷ്ണവ് കേട്ടോ. വൈഷ്ണവിന്റെ അമ്മ ചെറുത് മുടിയുണ്ട്. ഡൗട്ട് ഇവിടുന്ന് ആരാ കുളിച്ചത്? ഞാൻ കുളിച്ചിട്ടില്ല. ആരാ കുളിച്ചതെന്ന് പറഞ്ഞ ഞാനാണോ കുളിച്ചത്? ഉറപ്പാ? എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? എനർജി കുളിച്ചവര് എനർജി ഉണ്ടാവും. മാഡം ഓൻ ചെറുതിന് ഉമ്മൊക്കെ വെച്ച് ഞങ്ങൾ പോയി ഇതാ ചെണ്ടന്റെ ഓള് എപ്പോഴോ ഓള് ഒരായി പറയും ഒരായി. നമ്മളെ പഞ്ചായത്ത് നമ്മളെ അനിയത്തി കൂട്ടിയാട്ടാ ഗൈസ്. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങാം. മുടിയാ നടക്കണോ? പോയിട്ടോ. ഇനി എപ്പോഴെങ്കിലും 2 വർഷം കഴിഞ്ഞിട്ട് വരാം. ഇങ്ങനെ കാണാൻ പറ്റൂ. അപ്പൊ ഞങ്ങളെ കമ്പനിക്ക് എത്ര ആയി കേട്ടോ ഇവിടേക്കൊക്കെ വന്നിട്ട്? 1 ഇയറിന്റെ അപ്പുറം. ഇവന്റെ കൊച്ചുണ്ടായിട്ട് ഇതുവരെ ഞങ്ങൾ കാണാൻ പറ്റില്ല. ഞങ്ങൾ ഇന്നാണ് കാണുന്ന കൊച്ചു. കല്യാണം ഉണ്ടാകും. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മനപ്പുറം കാണുന്നു. അല്ല, ഞങ്ങൾ ഓരോ സാലറി വിളിച്ചു, പിന്നെ അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ വിളിച്ചു. രണ്ടിനും ഞങ്ങളിവിടെ സ്ഥലത്തില്ല. ഓരോ പ്രോഗ്രാമായിട്ട് കാണാൻ പറ്റിയ സമയം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് കണ്ടത് ആ വണ്ടി എടുക്കുന്നത് ഗൈസ്. വണ്ടി ഒന്നും മാത്രല്ല എന്റെ മുട്ടക്കായി ഗൈസ്. രാത്രി റിസപ്ഷനിൽ വന്നാണ്. കണ്ടനൊക്കെ കൂടെ വന്നില്ലേ? കണ്ടൻ കയറിയിട്ടുണ്ടാവും ഗൈസ്. ഇതാ
രണ്ടെണ്ണോ ഇതാ ഇവിടുന്ന് ഫുള്ള് കഴിഞ്ഞ് എന്നെ കുടുക്കി ദൃശ്യതാ മേഘതാ ഗൈസ് കണ്ടാ ഇതാണ് ഞങ്ങളേതാ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് ഇവര് ഗേൾസ് ആയിട്ട് ഇവര് മൂന്നാളെ ഞങ്ങള് കണ്ടിട്ടുള്ളൂ അല്ലേ വേറെ ഒരു ഇവര് വന്നിട്ടുള്ളൂ ഇവര് ഭയങ്കര സ്നേഹമുള്ള ടീമാട്ടോ ഇവരുടെ ഹസ്ബൻഡ് ഊരാടങ്ങളിൽ വർക്ക് ചെയ്യാണ് ഇവരെ നാട്ടിൽ രണ്ടുപേരുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യാണ് നീ ഊരാടങ്ങളിൽ നിന്നല്ലേ കഴിഞ്ഞോട് ഇവരെ മൂന്നെ കുറിച്ച് പറയും അല്ല ഗായ്സ് ഇവിടുത്തെ മച്ചൂസിനെ കണ്ടുട്ടോ ഇവര് ഞങ്ങളെ പൊളിയല്ലേ കഴിച്ചാ നിങ്ങള് എവിടാ വീട് തന്നെയാണോ കോട്ടന്റെ അടുത്താണോ വീട് പൊള്ളി അപ്പൊ പൊളിക്കല്ലേ നമ്മള് അപ്പൊ ഞങ്ങളെ കണ്ടിട്ടുണ്ടോ ഇല്ല എനിക്ക് കാണോ കാണൂ യൂട്യൂബിലുണ്ട് ഞങ്ങളെന്താ കണ്ടിട്ട് നിങ്ങൾ ടിൻസ് അങ്ങനെ അടിച്ചാ മതി ആടാ ടിൻസ് പ്രോസ് അടിച്ചാ മതി കിട്ടും സെറ്റല്ലേ ടിൻസ് പ്രോസടാ ഞങ്ങള് പ്രോ അല്ലേ ഞങ്ങള് പ്രോസ് അല്ലേ സെറ്റല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ 2025 ഫസ്റ്റ് കല്യാണം ഞങ്ങൾ ഇതുവരെ കല്യാണം ബ്ലോഗ് എടുത്തില്ല ഫസ്റ്റ് കല്യാണം അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ് എല്ലാവരും വിഷ് കമന്റ് ഉണ്ട് കേട്ടോ നമ്മളെ ചങ്കത്ത് അല്ലെ ചങ്ക് ഇവിടെ ഞങ്ങളെ വീഡിയോ കാണാനുണ്ട് നേരത്തെ പറഞ്ഞു വെറും പുച്ച ഗൈസ് വെറും പുച്ഛം പെങ്ങള് വെറും പുച്ഛൻ ഗൈസ് എന്നാ ലുക്കാ കൊച്ചു പിന്നെ അതിലും മുകളിൽ ഒരു പടി മുകളിൽ ഞങ്ങളെ നല്ല കൂട്ടോ ഹാപ്പി ഇവിടെ വരികയും ചോദിച്ച സ്ഥാനം ഇടാ എന്തേ സാധനം വേണ്ടി എനിക്ക് എന്ത് സാധനം വേണ്ടി ഇനി പറയും അപ്പൊ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ഊരിട്ടാ പോയി കുളിക്കട്ടെ വേഗം കുളിച്ച് വന്ന് അപ്പളാ ഓർമ്മ വന്ന് എന്റെ ഇട്ടില്ല എന്റെ ഇടാൻ പറ്റിയില്ല ഗൈസ് കാരണം ഞങ്ങള് മുടിയനെന്താ അവിടെ ഷർട്ടൊക്കെ ഊരി നിൽക്കുക കണ്ടാ ഭയങ്കര ചൂട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ എനിക്ക് നാപ്പുണ്ണായതിനെക്കൊണ്ട് ഭയങ്കര പ്രശ്നം നീ സംസാരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറേ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ റീലെടുത്തും മേഘമോളെ കൂടെ മേഘന സത്യം പറഞ്ഞാൽ ഞങ്ങളോട് മറന്നുപോയി ഞങ്ങൾ കൂടെ പഠിച്ചാന്ന് അവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് പിന്നെ ദൃശ്യനെ പിന്നെ അതുകൊണ്ട് തന്നെ വേറെ കൊച്ചിൻ്റെ വരുന്നതായാലോ പിന്നെ കുറേ പേരെ ഞങ്ങൾക്ക് മിസ്സായി അവർ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് എന്ന് പരാതി കുറേ ആൾക്കാർ പരാതി കേട്ട് ഞങ്ങൾ കല്യാണത്തിന് നിന്ന് ഞങ്ങൾ പോകാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ ഒന്നെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഗോയ്സ് ലവ് യു ഉമ്മ പിന്നെ എന്താ പറയാ ഒറ്റ കാര്യം കൊണ്ട് പറയാം എൻ്റെ ചെയ്യുന്നതിന് മുന്നേ ഒരു വിധം ഒപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളെ ലൈറ്റ് വണ്ടീൻ്റെ ലൈറ്റ് അടിച്ചു പോയതിനെ കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തി അല്ലെങ്കിൽ അവിടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ച് പൊളിക്കണമെന്ന് ആഗ്രഹിച്ച് പോയത് പക്ഷേ ബുള്ളറ്റിൻ്റെ ലൈറ്റ് കട്ടായി പോയി ഗൈസ് പിന്നെ എന്താ പറയുക ഇതേ വണ്ടീൻ്റെ പുറകെ അങ്ങനെ വരണം വിചാരിച്ചാൽ അങ്ങനെ വന്നതാണ് പിന്നെ ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുപ്രദേശ് വണ്ടി ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ഒന്നാമത് ഫോണിലെ ചാർജൊക്കെ കമ്മിയാണ് അപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ട് വരാൻ പറ്റില്ല ചാർജ് ഇട്ടിട്ട് ഞാൻ കുളിക്കാൻ പോയി എന്നിട്ടാണ് നമ്മൾ എൻ്റെ വീഡിയോ എടുക്കുന്നത് അപ്പം ഗൈസ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ലവ് യു